കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നൾ സ്പേസ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ഈ വീഡിയോയിൽ നൾ സ്പേസിൻ്റെ കുറച്ച് സിമ്പിൾ എക്സാമ്പിൾസും അത് കഴിഞ്ഞിട്ട് നൾ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിസൾട്ടും അതേ വീഡിയോയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. അതൊരു ക്വസ്റ്റ്യൻ ആക്കിയിട്ട് എഴുതിയാണ്. അതായത് R3 R2 ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട് ഇവിടെ. ഈ ട്രാൻസ്ഫോർമേഷൻ്റെ നൾ സ്പേസ് പോസ് ചെയ്ത് കണ്ടുപിടിച്ചോളൂ. ഞാൻ ഇവിടെ ആൻസർ ചെയ്താം. ഇതൊരു ഈസി കമ്പ്യൂട്ടേഷനാണ് അല്ലേ. നമുക്കിവിടെ എന്താ കാണേണ്ടത്? ഈ ടീൻ്റെ നൾ സ്പേസ്. നൾ സ്പേസിൽ ആരാ വരിക? ആരുടെയൊക്കെ ഇമേജ് ആണോ ഇവിടുത്തെ 0 വന്നത് അത്തരം പോയിൻറ്റ്സ് ആണ് നൾ സ്പേസിൽ വരിക. അപ്പം അതായത് ടി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു ഇവിടുത്തെ 0 ആവുന്ന പോയിൻറ്റ്സിലാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പം ടി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 0 എന്ന് ഇക്വേറ്റ് ചെയ്തു. എന്നിട്ട് ടി ഓഫ് എക്സ് വൈ സെഡിന് പകരം ഞാനിത് ഉപയോഗിച്ചു. എന്നിട്ട് ഈക്വൽ ടു 0 0 എന്ന് വന്നു. ഇനി അതൊക്കെ കമ്പയർ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ എത്തി. അപ്പോൾ എന്ത് മനസ്സിലായി? ടി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 0 ആണെങ്കിൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഈക്വൽ ആയിരിക്കും. മാത്രമല്ല സെഡ് കോർഡിനേറ്റ് 0 ആയിരിക്കും കിട്ടി. അപ്പോൾ അത്തരം പോയിൻറ്റ്സിൻ്റെ ഇമേജസ് ആണ് 0 0 വരുന്നത്. അപ്പോൾ നമ്മൾ നൾ സ്പേസിൽ അത്തരം പോയിൻറ്റ്സ് എല്ലാം ഉണ്ടാവുക. അതായത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഈക്വലായ തേർഡ് കോർഡിനേറ്റ് സെഡ് കോർഡിനേറ്റ് 0 ആയ പോയിൻറ്റ്സ് അല്ലേ നൾ സ്പേസിൽ വരിക. അങ്ങനെ ഇത് ആക്ച്വലി എന്താണ്? ഇതൊരു ലൈനാണ് അല്ലേ. കാരണം ഇതിനെ ഇങ്ങനെ എഴുതാം. ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻറ്റു 1 1 0 എക്സ് ബിലോങ്സ് ടു ആർ. ഇങ്ങനെ എഴുതിക്കൂടെ? അതായത് ഈ 1 1 0 എന്ന് പറഞ്ഞ വെക്ടറിൻ്റെ സ്കലാർ മൾട്ടിപ്പിളാണ് ആക്ച്വലി നൾ സ്പേസിലുള്ളത്. അപ്പം ആ 1 1 0 എന്ന് പറഞ്ഞ വെക്ടറിൻ്റെ ആ വെക്ടർ ഏത് ലൈനിലാണോ ഉള്ളത് ആ ലൈനാണ് ആക്ച്വലി ഈ പിന്നെ നൾട്ടി. സോ ദിസ് ഇസ് എ ലൈൻ പാസിങ് ത്രൂ ഒറിജിൻ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത എക്സാമ്പിൾ പറയാം. അടുത്തത് പി ഓഫ് ആറിന് പി ഓഫ് ആറിലേക്ക് വർക്ക് ചെയ്യുന്ന ഡിഫറൻഷിയേഷൻ മാപ്പ് എടുക്കുക. പി ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് റിയൽ കോഎഫിഷ്യൻസ് അല്ലേ. അതാണ് പി ഓഫ് ആർ. ഇനി ഡിഫറൻഷിയേഷൻ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അതെങ്ങനെ വർക്ക് ചെയ്യുക? ഇവിടുത്തെ ഓരോ പോളിനോമിയലിനെയും അതിൻ്റെ ഡെറിവേറ്റീവിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഡിഫറൻഷിയേഷൻ മാപ്പ് അല്ലേ. ഒരു പോളിനോമിയൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് വീണ്ടും ഒരു പോളിനോമിയലല്ലേ കിട്ടുക. അപ്പോൾ ഇവിടുത്തെ ഓരോ പോളിനോമിയൽ കറസ്പോണ്ടിങ് ആയിട്ടും അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആ പോളിനോമിയലിനെ അതിൻ്റെ ഡെറിവേറ്റീവിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഡിഫറൻഷിയേഷൻ മാപ്പ്. ഓക്കെ, ഡി പി ഈക്വൽ ടു പി ഡാഷ്. ഡിഫറൻഷിയേഷൻ മാപ്പ് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു തോന്നുന്നു, അല്ലെങ്കിൽ സ്വന്തം കാണാം. ഇനി ഇതിൻ്റെ നൾ സ്പേസ് എന്താ വരിക? അതായത് ആരുടെ ഇമേജാണ് ഇവിടുത്തെ 0 പോളിനോമിയൽ വരിക? നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. എല്ലാ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസിൻ്റെയും ഡെറിവേറ്റീവ് 0 അല്ലേ. സോ അതുകൊണ്ട് തന്നെ പറയാൻ പറ്റും ഇതിൻ്റെ നൾ സ്പേസിൽ നൾ ഡി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് ഇൻ പി ഓഫ് ആർ. ക്ലിയർലി ഞാൻ എഴുതണ്ടല്ലോ. നൈസ്. അടുത്തത് എഫ് ഇൻഫിനിറ്റിയിലേക്ക് വർക്ക് ചെയ്യുന്ന ബാക്ക്വേർഡ് ഷിഫ്റ്റ്, അതാണ് ടി. ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടല്ലേ. ഇനി ഇതിൻ്റെ നൾ സ്പേസ് എന്താ? ഞാൻ അധികമൊന്നും പറയുന്നില്ല, നേരെ ഉത്തരം എഴുതുക. നിങ്ങൾ ആദ്യം നോക്കുക, ഞാൻ പറഞ്ഞ ഉത്തരം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. നൾ ടി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ x1 such that x1 belongs to field. ഇതാണ് ഇതിൻ്റെ നൾ സ്പേസ് വരിക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അടുത്തത് ഒരു ഇൻട്രസ്റ്റിംഗ് റിസൾട്ടാണ്. പക്ഷേ വായിക്കുന്നതിന് മുമ്പേ 1-to-1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഓർമ്മയല്ലേ? നമ്മൾ +1 മുതലെങ്ങാണ്ട് പഠിക്കുന്നതല്ലേ. ഓർമ്മയില്ലെങ്കിൽ ഗൂഗിളോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കോ റെഫർ ചെയ്തിട്ട് മനസ്സിലാക്കി വെക്കുക. വാട്ട് ഈസ് 1-to-1 ഫംഗ്ഷൻ? അത് മനസ്സിലാക്കിയതിന് ശേഷം പോസ് ചെയ്തിട്ട് ഈ റിസൾട്ട് വായിച്ചു നോക്കുക. പോസ് ചെയ്ത് വായിച്ചല്ലോ. ഈ റിസൾട്ട് എന്താ പറയുന്നത്? ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ 1-to-1 ആണോ അല്ലേ തീരുമാനിക്കാൻ അതിൻ്റെ നൾ സ്പേസ് നോക്കിയാൽ മതി. അതായത് നൾ സ്പേസിൽ 0 മാത്രമേ ഉള്ളെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ 1-to-1 ആയിരിക്കും. അല്ല, നൾ സ്പേസിൽ 0 അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ 1-to-1 ആയിരിക്കില്ല. ഇതാണ് റിസൾട്ട് പറഞ്ഞത്. മനസ്സിലായെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. നമുക്ക് ആദ്യം ടി 1-to-1 ആണെങ്കിൽ നൾ ടി ഈക്വൽ ടു 0 സ്പേസ് പ്രൂവ് ചെയ്യാം. ഇത് ഇഫ് ആൻഡ് ഓൾ ഇഫ് റിസൾട്ട് അല്ലേ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആദ്യം ടി ഈസ് 1-to-1 ആണെങ്കിൽ നൾ ടി ഈക്വൽ ടു 0 സ്പേസ് പ്രൂവ് ചെയ്യലാണ്. അപ്പോൾ നൾ ടി ഈക്വൽ ടു 0 സ്പേസ് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 സെറ്റ് ഈക്വലാന്ന് പ്രൂവ് ചെയ്യല്ലേ വേണ്ടത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാണിക്കണം? ഈ സെറ്റ് ഇതിൻ്റെ സബ്സെറ്റാണെന്ന് കാണിക്കണം. മാത്രമല്ല ഈ സെറ്റ് ഇതിൻ്റെ സബ്സെറ്റാണെന്ന് തിരിച്ചും കാണിക്കണം. ഇതിപ്പം ഇതിൻ്റെ സബ്സെറ്റാണ് അല്ലേ. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. നൾ സ്പേസിൽ ആരുണ്ട്? 0 വെക്ടർ ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. സോ ഇതിൻ്റെ സബ്സെറ്റാണ്. ഇനി തിരിച്ചെന്തോട് കാണിക്കണം? നൾ ടി സബ്സെറ്റ് ഓഫ് 0 സ്പേസ് തിരിച്ചും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഈക്വൽ ആയിക്കോളും. അപ്പോൾ അതങ്ങനെ കാണിക്കുക. അതിന് ഞാൻ ഇവിടുന്ന് ഒരു എലമെൻറ്റ് എടുത്തിട്ട് അത് ഇവിടെ ഉണ്ടെന്ന് കാണിച്ചാൽ പോരെ. സോ ലെറ്റ് സ്റ്റാർട്ട്. ലെറ്റ് u belongs to null t. ഈ നൾ സ്പേസിൽ ഒരു എലമെൻ്റാണ് യു എന്ന് വിചാരിക്കുക. ഇനി ഞാൻ എന്ത് കാണിക്കണം? ഈ യു ഇവിടെ ഉണ്ടെന്ന് കാണിക്കണം. ഈ യു ഇവിടെ ഉണ്ടെന്ന് കാണിക്കണമെങ്കിൽ ഞാൻ എന്ത് കാണിക്കേണ്ടി വരും? ഇവിടെ ആളേ ഉള്ളൂ, 0 മാത്രമേ ഉള്ളൂ. സോ ഇവിടെ നിന്നെടുത്ത് ഈ യു ഇവിടെ ഉണ്ടെന്ന് കാണിക്കണമെങ്കിൽ യു ഈക്വൽ ടു 0 എന്ന് കാണിക്കണ്ടേ? അങ്ങനെ കാണിക്കാൻ പറ്റുന്നുണ്ടോ നോക്കൂ. പോസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ തുടരാം.
സോ യു ബിലോങ്സ് ടു നൾ ടീം എന്ന് നമുക്ക് എന്ത് പറയാം? ടി ഓഫ് യു എന്തായിരിക്കും? നൾ ടി ഉള്ളവരുടെ പ്രത്യേകം എന്താണ്? നൾ സ്പേസിലുള്ളവരുടെയൊക്കെ ഇമേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ യു നൾ സ്പേസിലുള്ളതിനെ കൊണ്ട് ടി ഓഫ് യു എന്തായിരിക്കും? 0 ആയിരിക്കും. നൈസ്. ഇനി ഏതൊരു ട്രാൻസ്ഫോർമേഷനെ സംബന്ധിച്ചിടത്തോളം ടി ഓഫ് 0 0 അല്ലേ? അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ ഈക്വൽ ടു ടി ഓഫ് 0 എന്ന് വരിക്കൂടെ? ഇതാ. ഇനി ദിസ് ഇംപ്ലൈസ് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റൂലേ? ടി ഓഫ് യു ഈക്വൽ ടു ടി ഓഫ് 0 എന്ന് എഴുതാൻ പറ്റൂലേ? കാരണം ടി ഓഫ് യു ടി ഓഫ് 0 ഒക്കെ എന്താണ്? 0 ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ടി ഓഫ് യു ഈക്വൽ ടു ടി ഓഫ് 0. ഇനി നമ്മളിപ്പോൾ എന്താ അസ്യൂം ചെയ്തത്? നമ്മുടെ ഫംഗ്ഷൻ 1 to 1 ആണെന്നാണ് അസ്യൂം ചെയ്തത്. 1 to 1 ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്കൂൾ മുതൽ അറിയുന്നൊരു കാര്യമാണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ആയിരിക്കും. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ ആയിരിക്കും. അതായത് ഔട്ട്പുട്ട് സെയിം ആണെങ്കിൽ ഇൻപുട്ടും സെയിം ആയിരിക്കും. അങ്ങനെയൊക്കെ പറയാം. എനിവേ സോ ഇവിടെ അതേപോലെ അല്ലേ, ടി ഓഫ് യു ഈക്വൽ ടു ടി ഓഫ് 0 ആണ്, ടി 1 to 1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദിസ് ഇംപ്ലൈസ് യു ഈക്വൽ ടു 0. അപ്പോൾ ഞാൻ ഈ നൾ സ്പേസിൽ നിന്നൊരു വെക്റ്റർ യു എടുത്തപ്പം ആ യു 0 ആണ് കിട്ടി. ഈ 0 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. സോ എനിക്ക് എന്ത് പറയാം? ദിസ് ഇംപ്ലൈസ് യു ബിലോങ്സ് ടു 0 സ്പേസ്. ചുരുക്കി പറഞ്ഞ് നൾ സ്പേസിൽ നിന്നൊരു വെക്റ്റർ യു എടുത്തപ്പം ആ യു ഇവിടെ 0 സ്പേസിലുണ്ട് നമ്മൾ കാണിച്ചു അല്ലേ? അതായത് നേരത്തെ 0 സ്പേസ് ഈ സബ്സെറ്റ് ഓഫ് നൾ ടി എന്ന് നമ്മൾ കണ്ടു, നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ നൾ ടി സബ്സെറ്റ് ഓഫ് 0 സ്പേസ് എന്ന് കാണിക്കുകയും ചെയ്തു. സോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആയതുകൊണ്ട് വി ക്യാൻ സേ നൾ ടി ഈക്വൽ ടു 0 സ്പേസ്. നൈസ്. അപ്പോൾ ടി 1 to 1 ആണെങ്കിൽ നൾ ടി ഈക്വൽ ടു 0 സ്പേസ് നമ്മൾ കാണിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ കോൺവേഴ്സ് കാണിക്കാം. അതായത് നൾ ടി ഈക്വൽ ടു 0 ആണെങ്കിൽ ടി 1 to 1 ആണെന്ന് കൂടി കാണിക്കണം. ഞാൻ ഇത് മാച്ച് ചെയ്ത് കാണിക്കാം. കോൺവേഴ്സ് ഈസിയാണ്, ഫുൾ പ്രൂഫ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വായിച്ച് നോക്കുക. അതായത് നൾ ടി ഈക്വൽ ടു 0 സ്പേസ് ആണെങ്കിൽ ടി ഈസ് 1 to 1 എന്ന് കാണിക്കണം അല്ലേ? അപ്പോൾ ഇതവിടെ ഇങ്ങനെ ഫുൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഉപയോഗിച്ച ഐഡിയ ഇതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് കാണിച്ചാൽ പോരെ? എഫ് 1 to 1 ആണെന്ന് പറയാൻ. സോ ഇവിടെ ടി ഓഫ് വി ഈക്വൽ ടു ടി ഓഫ് വി ഇംപ്ലൈസ് യു ഈക്വൽ ടു വി എന്ന് ഞാൻ കാണിച്ചു. അപ്പോൾ അതിനുള്ള സ്റ്റെപ്പൊക്കെ ഇതാ നമുക്ക് ഈസി അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ഞാൻ ഉപയോഗിച്ചത് ടീസ് ലീനിയർ എന്നുള്ള ഐഡിയ ആണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഇമേജ് 0 ആണെങ്കിൽ ഇതെവിടെ വരും? നൾ സ്പേസിൽ വരും. കാരണം നൾ സ്പേസിലുള്ള ഒരു പ്രത്യേകത എന്താണ്? അതിൻ്റെ ഇമേജ് 0 ആയിരിക്കും. സോ യു മൈനസ് വിയുടെ ഇമേജ് 0 ആയതുകൊണ്ട് എനിക്ക് പറയാം യു മൈനസ് വി ബിലോങ്സ് ടു നൾ സ്പേസ് എന്ന് പറയാം. ഇനി നൾ സ്പേസ് എന്ന് പറഞ്ഞാൽ 0 സ്പേസ് ആണ്. സോ യു മൈനസ് വി ബിലോങ്സ് ടു 0 സ്പേസ്. അങ്ങനെ പോകാം. സോ ടി ഓഫ് യു ഈക്വൽ ടു ടി ഓഫ് വി ഇംപ്ലൈസ് യു ഈക്വൽ ടു വി, ഹെൻസ് ടി ഈസ് 1 to 1. സോ ഈ റിസൾട്ട് കംപ്ലീറ്റ്ലി പ്രൂവ് ചെയ്തു. ഇനി അടുത്ത വീഡിയോ കാണാം. ഇതൊക്കെ നിങ്ങളുടെ നോട്ടിൽ വൃത്തിക്ക് ഉണ്ടാവുന്നുണ്ടോ? ഈ റിസൾട്ടൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്.